ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ക്ലാസ് ഓറ. നമ്മൾ സെക്ടറും കോണും കണക്ട് ചെയ്തൊരു ക്വസ്റ്റൻ ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ക്വസ്റ്റൻ ആണ്. ഈ സെക്ടർ ഓഫ് റേഡിയസ് 10 സെന്റിമീറ്റർ. നമുക്ക് ഒരു സെക്ടറിന്റെ റേഡിയസ് നമുക്ക് തന്നിട്ടുണ്ട് 10 സെന്റിമീറ്റർ ആണ്. നമുക്കറിയാം ഒരു സെക്ടർ നമ്മൾ ബെൻഡ് ചെയ്താണ് നമ്മൾ എന്തുണ്ടാക്കുന്നത്, കോൺ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു സെക്ടറിന്റെ റേഡിയസ് നമുക്ക് തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് ഈക്വൽ ടു 10 സെന്റിമീറ്റർ. അപ്പോൾ ഇവിടെ അറിയാം സെക്ടറിന്റെ റേഡിയസും സ്ലാൻ ഹൈറ്റും ഈക്വൽ ആണ് അല്ലേ? അപ്പൊ സെക്ടറിന്റെ റേഡിയസ് എന്ന് പറയുന്നത് നമ്മൾ ക്യാപിറ്റൽ ആർ എന്ന് കൊടുത്തു, അത് 10 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ അത് എന്തിനോട് ഈക്വൽ ആണ്? സ്ലാൻ ഹൈറ്റ് ഓഫ് എ കോൺ ആണത് പഠിച്ചേക്കണെയാണ്. സ്ലാൻ ഹൈറ്റ് ഓഫ് എ കോൺ എന്ന് പറയുന്നതാണ് ഹൈറ്റ് ഓഫ് എ കോണും. സ്ലാൻ ഹൈറ്റ് ഓഫ് എ കോണും അപ്പൊ എത്രയായിരിക്കും? 10 സെന്റിമീറ്റർ തന്നെയായിരിക്കും. കാരണം സെക്ടറിന്റെ റേഡിയസും സ്ലാൻ ഹൈറ്റും ഈക്വൽ ആണ്. അപ്പൊ സെക്ടറിന്റെ റേഡിയസ് 10 ആണെങ്കിൽ സ്ലാൻ ഹൈറ്റ് ഉറപ്പായിട്ട് എന്തായിരിക്കും മക്കളെ? 10 ആയിരിക്കും. അത് നമ്മൾ അങ്ങനെ തന്നെ എഴുതി. ഇനി ഇവിടെ നോക്കിയിട്ടുണ്ട്, സെൻട്രൽ ആംഗിൾ തന്നിട്ടുണ്ട്. ഈ ഒരു ആംഗിൾ ആണ് നമ്മൾ എക്സ് ആയിട്ട് എടുക്കുന്നത്. ആ സെൻട്രൽ ആംഗിൾ നമുക്ക് തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് ഈക്വൽ ടു 288 ഡിഗ്രി തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ എന്നാണ്? ഫൈൻഡ് ദ സ്ലാൻ ഹൈറ്റ്. സ്ലാൻ ഹൈറ്റ് ഓൾറെഡി നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എൽ എന്ന് പറഞ്ഞ ഈ 10 സെന്റിമീറ്റർ തന്നെയായിരിക്കും, മാറ്റമില്ല. കാരണം സെക്ടറിന്റെ റേഡിയസും സ്ലാൻ ഹൈറ്റും ഈക്വൽ ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ബേസ് റേഡിയസ് കണ്ടുപിടിക്കണം അല്ലേ? അപ്പൊ ഇത് രണ്ടും കണക്ട് ചെയ്തിട്ടുള്ള ഫോർമുല ഏതാ? നമുക്ക് സ്മോൾ ആർ ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ ആർ എന്ന് പറയുന്നത് സെൻട്രൽ ആംഗിൾ ഡിവൈഡഡ് ബൈ 360 ആണ്. ഇവിടെ എന്താ കണ്ടുപിടിക്കേണ്ടത്? കോണിന്റെ റേഡിയസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഈ ആർ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് അറിയാവുന്ന വാല്യൂസ് എല്ലാം ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ആർ അങ്ങനെ തന്നെ എഴുതി. ക്യാപിറ്റൽ ആർ ഓൾറെഡി തന്നിട്ടുണ്ട് 10. ദെൻ സെൻട്രൽ ആംഗിൾ നമുക്ക് തന്നിട്ടുണ്ട് 288 ഡിവൈഡഡ് ബൈ 360 ഡിഗ്രി വരും. എക്സിന്റെ സ്ഥാനത്ത് 288, 360 അങ്ങനെ തന്നെ എഴുതി. ആർ എന്ന് പറഞ്ഞ സെക്ടറിന്റെ റേഡിയസ് 10 നമുക്ക് തന്നിട്ടുണ്ട്. ഇനി ഇവിടെ ആരെയാണ് കണ്ടുപിടിക്കേണ്ടത്? സ്മോൾ ആറിനെ അല്ലേ? അപ്പൊ ആ സ്മോൾ ആറിനെ അവിടെ നിർത്തി കഴിയുമ്പോൾ ഇത് നേരെ ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ 288 ഇൻറ്റു 10 ഡിവൈഡഡ് ബൈ 360 വരും. ഈ 0 വെട്ടിപ്പോകും. 288 ബൈ 36 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 8 സെന്റിമീറ്റർ കിട്ടും. അപ്പൊ റേഡിയസ് ഓഫ് എ കോൺ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? ദാറ്റ് ഈസ് ഈക്വൽ ടു സ്മോൾ ആർ 8 സെന്റിമീറ്റർ കിട്ടി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വോളിയം ഓഫ് എ കോണാ. പക്ഷെ വോളിയം കണ്ടുപിടിക്കണമെങ്കിൽ നമ്മുടെ വോളിയത്തിന്റെ ഫോർമുല എന്ന് പറയുന്നത് 1/3 എന്താണ്? വോളിയം ഓഫ് എ കോൺ എന്ന് പറഞ്ഞാൽ 1/3 പൈ ആർ സ്ക്വയേർഡ് എച്ച് ആണ്. ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ്, 1/3 ഓഫ് ദി ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണ് വോളിയം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ 6 കിട്ടി. പക്ഷെ എച്ച് അറിയാമോ? ഇല്ലല്ലോ. അപ്പൊ എച്ച് നമ്മൾ എങ്ങനെയെന്ന് അടുത്ത ട്രിപ്പിൽ എച്ച് കണ്ടുപിടിക്കണം. എച്ച് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കൊടുക്കാം? ഈ ഇക്വേഷനിലേക്ക് നേരെ കൊടുത്താൽ മതി. ഇവിടെ നമുക്ക് സ്ലാൻ ഹൈറ്റ് എല്ല് 10 സെന്റിമീറ്ററും 10 സെന്റിമീറ്റർ കിട്ടിയിട്ടുണ്ട്. നമുക്ക് റേഡിയസ് ആർ എന്ന് പറയുന്നത് 8 സെന്റിമീറ്ററും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആരെയാണ് കണ്ടുപിടിക്കണം? എച്ച് കണ്ടുപിടിക്കണം അല്ലേ? അപ്പൊ എച്ച് നമ്മൾ ക്വസ്റ്റ്യൻ മാർക്ക് കൊടുത്തു. നമ്മുടെ ഫോർമുല എന്നാ മക്കളെ? എൽ സ്ക്വയർ ഈക്വൽ ടു എച്ച് സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ ആണ് ഫോർമുല. അപ്പൊ എൽ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്ത് കൊടുക്കാം? 100, 10 കൊടുക്കാം. അപ്പൊ 10 സ്ക്വയർ വരും. ദെൻ ഇസ് ഈക്വൽ ടു എച്ച് നമുക്ക് അറിയാൻ പാടില്ല, അങ്ങനെ തന്നെ വന്നു. ആറ് നമുക്കറിയാം 8 ആണ്, 8ന്റെ സ്ക്വയർ വരും. അപ്പൊ നമ്മൾ ഈ ഇക്വേഷൻ ഒന്ന് സിംപ്ലിഫൈ ചെയ്യണം. 10 സ്ക്വയർ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 100 വരും. ഈക്വൽ ടു എച്ച് സ്ക്വയർ അങ്ങനെ തന്നെ എഴുതി. ആർ സ്ക്വയർ എന്ന് പറയുമ്പോൾ 64 വരും. അപ്പൊ ആരെയാ കണ്ടുപിടിക്കേണ്ടത്? എച്ച് സ്ക്വയറിനെ അല്ലേ? അപ്പൊ ഈ എച്ച് സ്ക്വയറിനെ നമ്മൾ അവിടെ നിർത്തി. എച്ച് സ്ക്വയറിന് നിർത്തി കഴിഞ്ഞപ്പോൾ ഈ 64 100ന്റെ ഇപ്പുറത്തേക്ക് വരും. അപ്പൊ പോസിറ്റീവ് 64 ഇപ്പുറത്തേക്ക് വരുമ്പോൾ എന്താവും? നെഗറ്റീവ് ആവും. അപ്പൊ 100 മൈനസ് 64 വരും. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു 36 വരും. അപ്പൊ എച്ച് എന്ന് പറയുന്നത് √36 വരും. √36 എന്ന് പറഞ്ഞാൽ 6 × 6 ആണ്. അപ്പൊ നമുക്ക് ഒരു 6 പുറത്തെടുക്കാം. അപ്പൊ ഹൈറ്റ് എച്ച് എന്ന് പറയുന്നത് 6 സെന്റിമീറ്റർ കിട്ടും. ഇനി അടുത്ത നെക്സ്റ്റ് വോളിയത്തിലേക്ക്. വോളിയം ഓഫ് എ വോളിയം എന്ന് പറഞ്ഞാൽ എന്താണ്? 1/3 പൈ ആർ സ്ക്വയേർഡ് എച്ച് ആണ് കോണിന്റെ വോളിയം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് 1/3 അങ്ങനെ തന്നെ കൊടുത്തു, പൈ അങ്ങനെ തന്നെ കൊടുത്തു, ഇൻറ്റു ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 8ന്റെ സ്ക്വയർ വരും, ഇൻറ്റു ആർ എച്ച് എന്ന് പറഞ്ഞാൽ 6 വരും. നമ്മൾ ആ വാല്യൂ അതാത് സ്ഥാനത്ത് അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പൊ ഈ 3യും ഈ 6ഉം വെട്ടിക്കഴിഞ്ഞാൽ ഇവിടെ 2 വരും. അപ്പൊ നമ്മുടെ ആൻസർ എന്നാ വരും? പൈ ഇൻറ്റു 8ന്റെ സ്ക്വയർ 64 വരും, ഇൻറ്റു 2 വരും. അപ്പൊ 128 പൈ സെന്റിമീറ്റർ ക്യൂബ് ആയിരിക്കും നമുക്ക് വോളിയം ഓഫ് എ കോൺ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ?